ഇതാ സാർ പ്രസാദ. ഏതമ്പലത്തിലെയാ? മുരുകൻ കോവില്. അങ്ങേ പ്രമാദமான ഇടം. വേൽമുരുകൻ ആണ്ടവൻ സാക്ഷാൽ ഷൺമുഖൻ. ഹരഹരോ ഹരഹര. ഹര ഹരേ ഹര. തീർത്ഥാടനമൊക്കെ കഴിഞ്ഞോ സ്വാമി? ജീവിതം തന്നെ ഒരു തീർത്ഥാടനല്ലേ മാഡം? തീർത്ഥാടനം മാത്രല്ല, നാടകം കൂടിയാ. ഇരട്ട വേഷത്തിലൊക്കെ അഭിനയിക്കേണ്ടി വരും ചിലർക്ക്. ഡബിൾ റോളേ. എനിക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവണ ഭാഷയിൽ സംസാരിക്കും മാഡം. അത് സംസാരിക്കും. ഞാനല്ല, അക്ഷരയും നിരഞ്ജനും. അവർക്കാണല്ലോ കുറെ കൂടി കൂടുതലായിട്ട് സ്വാമി അറിയാവുന്നത്. എന്തറിയാവുന്നു? സ്വാമി മനഃപൂർവ്വം പൊട്ടം കളിക്കുവാണോ അതോ ശരിക്കും പൊട്ടം തന്നെയാണോ? എന്നെ കുറിച്ച് മേഡത്തിന് എന്തു തോന്നുന്നു അത് തന്നെയാണ് ഞാൻ. എന്നാലേ നിങ്ങളും മൊത്തം തട്ടിപ്പ. അത് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. മനസ്സിൽ ഇരുട്ട് മൂടിയാലേ ഈ ലോകം തന്നെ ഒരു തട്ടിപ്പായിട്ട് തോന്നും. അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ജ്ഞാനമാകുന്ന വെളിച്ചം കൊണ്ട് ഇല്ലാതാക്കുന്നവനാണ് സന്യാസി. അത് സന്യാസി. സ്വാമി സന്യാസി അല്ലല്ലോ. പിന്നെ ഞാൻ ആരാ? മറുപടി ഞാൻ പറയാം. നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ, അല്ലെങ്കിൽ അതിലും കുഴപ്പം പിടിച്ച മറ്റാരും. എല്ലാം ഞങ്ങൾ കണ്ടു. സ്വാമിയുടെ ആശ്രമോ ആശ്രമത്തിലെ വേഷവും. സ്യൂട്ടും കോട്ടും നന്നായിട്ട് ചേരുന്നുണ്ട് സ്വാമിക്ക്. കൂളിംഗ് ഗ്ലാസും കൂടി വെച്ചപ്പോ ഗംഭീരമായി. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണത്? ഇഹലോകത്തെ സകല ഭൗതിക സുഖങ്ങളും ഉപേക്ഷിച്ച സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസിയാണ് ഞാൻ. നിർത്തണോ? തന്റെ തട്ടിപ്പൊക്കെ അത് അംഗീകരിക്കുന്നവരുടെ മുന്നിൽ മതി. സത്യം പറ, എന്തിനാ താനിവിടെ സ്വാമിയുടെ വേഷത്തിൽ കഴിയുന്നേ? താൻ ശരിക്കും ആരാ? ഞാനൊരു സന്യാസി. ഇനി ആ വാക്ക് മിണ്ടരുത്. ഒരുപാട് നല്ല സന്യാസിമാരുള്ള നാടാ നമ്മുടെ. തന്നെ പോലുള്ളവരാ അവർക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കുന്നത്. സ്വാമിയെ ഞാൻ കണ്ടു. സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് മോഡേൺ വേഷത്തിലായിരുന്നു സ്വാമി. അപ്പോ നിങ്ങൾക്ക് ആള് തെറ്റിയതാവും. ഞാൻ ഒരിക്കലും സൂട്ടും കോട്ടൊന്നും ധരിക്കാറില്ല. പച്ചക്കള്ളം. ഇങ്ങനെയുള്ളവന്മാരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക വേണ്ടത്. മാഡം, എത്ര കാലായി ഞാൻ ഇവിടെ സാറിനൊപ്പം കൂടിയിട്ട്? ഇതുവരെ ഞാൻ എന്തെങ്കിലും കൊള്ളരുതായ്മ കാണിച്ചതായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? വേഷം മാറി നടക്കുന്നു എന്നാണ് നിങ്ങളുടെ ആരോപണം. എന്തിനാ വേഷം മാറുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. എന്തിന് സ്യൂട്ടും കോട്ടും ഇടുന്ന ഒരാള് ഈ വേഷത്തില് സ്വാമിയായിട്ട് ഇവിടെ ജീവിക്കുന്നു? എനിക്കറിയില്ല. കാരണം കോട്ടും സൂട്ടിട്ട ആളെന്ന് എനിക്ക് അറിയില്ല. എന്തിനാ സ്വാമി ഇങ്ങനെ നുണ പറയുന്നത്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. തെളിവുണ്ടോ? തെളിവ് ഇല്ലല്ലോ. കയ്യിൽ ഫോണുണ്ടായിരുന്നല്ലോ. ഒരു ഫോട്ടോ എടുക്കായിരുന്നില്ലേ? അത് പറ്റിയില്ലല്ലോ. ഒരു കാര്യം പറയുമ്പം അതിനൊരു ഗൗരവം വേണ്ട സാർ. ആ യുക്തി എന്താ സാറിനില്ലാതെ പോയത്? ആ തിരക്കിൽ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ കണ്ടു എന്നുള്ളത് നേരാ. അത് സ്വാമി തന്നെയാ, എനിക്കുറപ്പാ. അത് ഞാനല്ല. ഞാൻ അങ്ങനെ ഒരു വേഷം ഇടാറില്ല. പിന്നെ അതാരാ? അതെനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ കണ്ടത് വേറെ വല്ലവരും ആയിരിക്കും. സ്വാമി പറയുന്ന നുണയാണെന്ന് ഞങ്ങൾക്കറിയാം. അത് സ്വാമിക്കും അറിയാം. പക്ഷെ തെളിയിക്കാനുള്ള രേഖകളൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞങ്ങളിത് വിടുന്നു. എന്നുവെച്ച് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രൂഫുമായി ഞാൻ വരും. അന്ന് സ്വാമിയുടെ ഇരട്ട വേഷത്തിന്റെ കാരണത്തെക്കുറിച്ച് പറയേണ്ടി വരും. അതുവരേ ഉള്ളൂ സ്വാമിയുടെ നിലനിൽപ്പ്. സ്വാമിയുടെ തനിനിറം മനസ്സിലായി കഴിഞ്ഞാ എല്ലാരും കൂടി
സ്വാമിയെ അടിച്ചിറക്കും. കണ്ടോ?